നമുക്ക് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്ത് ലായനിയാക്കിയെടുക്കാം. അതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാര മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ 4 ഇതൾ ചെമ്പരത്തി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയത് ഇട്ട് കൊടുക്കണം. നല്ലപോലെ വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ ചെമ്പരത്തിൻ്റെ ഇതൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇതിൻ്റെ കളർ മാറുന്നുണ്ടോ അതെ. നമുക്ക് ഷുഗർ പേഷ്യൻസ് ആണെങ്കിൽ നമുക്കത് ചെമ്പരത്തിന് ഷുഗറ് നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. നമുക്ക് വെറുതെ വെള്ളത്തിലേക്ക് ഈ ചെമ്പരത്തിൻ്റെ ഇതളുകളിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇത് ഷുഗറാണ്, ഷുഗർ പേഷ്യൻസ് ആണ്, ഡയബറ്റീസ് പേഷ്യൻസ് ആണെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഷുഗർ വേണ്ട, ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. ഇത് നമ്മൾ ഒരു ഇതിലേക്ക് സെർവ് ചെയ്യണം. എന്നിട്ട് നോക്കാം. ഇത് കണ്ടോ, ഞാനതിലേക്ക് പകർത്തി കൊടുത്തു. ഈ നേരമാണ് ഇട്ടുണ്ടാവുക. ഇനി ഇതിലേക്ക് നമ്മൾ ലെമൺ ജ്യൂസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൽ വരുന്ന ഒരു വ്യത്യാസം ഉണ്ടല്ലോ, കളർ ചേഞ്ച് നമുക്ക് നോക്കാം. അതിലുണ്ടാവുന്ന ഒരു കളർ ചേഞ്ച് നമുക്ക് നോക്കാം. അതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അതിൽ വരുന്ന കളർ ചേഞ്ച്. ഇനി നമുക്കതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നല്ല രുചിയാണ്. നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ്. നമ്മൾ വെറുതെ വേസ്റ്റായി കളയുന്ന നമ്മളുടെ മിക്ക വീടുകളിലും ഉണ്ടാവുന്ന നമ്മുടെ ചെമ്പരത്തി ഉപയോഗിച്ചുള്ള ഒരു ഹെൽത്തി ഡ്രിങ്കാണ് ഇത്. കറക്റ്റായിട്ട് നമ്മൾ കുടിച്ചാൽ PCOD നല്ലതാണ്. പീരീഡ്സിന്, നമ്മുടെ മക്കൾക്ക് ഉണ്ടാകുന്ന റെഗുലറില്ലാണ്ട് പീരീഡ്സ് വരുന്ന അവർക്കൊക്കെ ഇത് നമ്മൾ 2 ദിവസം കൂടുമ്പോഴൊക്കെ ഇടയ്ക്ക് നമുക്ക് ഈ ഡ്രിങ്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് സ്കൂൾ വിട്ട് വരുമ്പോൾ മക്കൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. നമ്മൾ കടയിൽ നിന്ന് വരുന്ന പല പാക്കറ്റ് ജ്യൂസുകൾ കൊടുക്കുന്നത് നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ് ഈ ചെമ്പരത്തിൻ്റെ ഡ്രിങ്ക്. എല്ലാവരും ട്രൈ ചെയ്യുക. പെട്ടെന്ന് തന്നെ നമുക്ക് എളുപ്പം, ഒരാൾ വീട്ടിൽ പെട്ടെന്ന് കയറി വന്നാൽ നമുക്കൊരു ഡ്രിങ്ക് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഹെൽത്തി ഡ്രിങ്കാണ് ഈ ചെമ്പരത്തി കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്ന ഡ്രിങ്ക്. നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി, നല്ലൊരു ടിപ്സുമായി അടുത്ത വീഡിയോയിൽ വരാം. എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരുടെയും പ്രാർത്ഥന എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ.